ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിദിന ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്തരാഖണ്ഡ് നിയമസഭയെ നാളെ അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണ രംഗത്ത് സജീവമായി മുതിർന്ന നേതാക്കൾ. ഇന്ത്യ ASEAN പ്ലസ് ബന്ധം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും നിർണായകമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ഇന്ന് വിക്ഷേപിക്കും. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിദിന ഉത്തരാഖണ്ഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഹരിദ്വാറിലെ പതഞ്ജലി സർവകലാശാലയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ നാളെ നടക്കുന്ന പരിപാടി ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നൈനിറ്റാളിൽ രാജ്ഭവൻ സ്ഥാപിതമായതിന്റെ 125 വർഷത്തെ സ്മരണാർത്ഥം നടക്കുന്ന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ നൈനിറ്റാളിലെ കുമാവു സർവകലാശാലയുടെ 20ാമത് ബിരുദദാന സമ്മേളനത്തിലും ശ്രീമതി മുർമു സംബന്ധിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. നാളെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലായി. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. ആറായിലും നവാഡയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം സംസാരിക്കും. വൈകുന്നേരം പട്നയിലേക്ക് മടങ്ങുന്ന ശ്രീ മോദി രാഷ്ട്രകവി രാംധാരി സിംഗ് ദിനകറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. പട്നയിൽ നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ മുസാഫിർപൂരിലും വൈശാലിയിലും, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബഗുസാരയിലും ഖഗാരിയയിലും നടക്കുന്ന കോൺഗ്രസ് റാലികളെയും അഭിസംബോധന ചെയ്യും. അതേസമയം മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പട്ന, വൈശാലി, സരൺ തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരവധി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ഈ മാസം 6, 11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. ഛത്തീസ്ഗഡ് ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റായ്പൂരിൽ നടന്ന ഛത്തീസ്ഗഡ് രജത ജൂബിലി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ചടങ്ങിൽ 14,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വികസനത്തിനൊപ്പം പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് റായ്പൂരിൽ ഛത്തീസ്ഗഡ് നിയമസഭയുടെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിന് കീഴിൽ 3 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 1,200 കോടി രൂപയുടെ ഗഡുവിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയും ASEAN പ്ലസ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാര്യക്ഷമതാ നിർമ്മാണത്തിനും ഏറെ സഹായകമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ക്വാലാലംപൂരിൽ ഇന്നലെ നടന്ന 12ാമത് ഇന്ത്യ ASEAN പ്ലസ് രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങൾക്ക് ഇന്ത്യ ASEAN വ്യാപാര കരാർ ഏറെ സഹായകമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ASEAN और इंडिया दोनों ही क्षेत्रों ने तीव्र आर्थिक विकास दिखाया है. स्वाभाविक रूप से हम दोनों ग्रेटर इकोनॉमिक टाइज की ओर देखते हैं, जिससे पारस्परिक समृद्धि हो. ASEAN के साथ व्यापारिक संबंधों को और मजबूत करने के लिए हम ASEAN इंडिया ट्रेड इन गुड्स एग्रीमेंट की समीक्षा शीघ्र पूर्ण होने की आशा करते हैं. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ISRO ഇന്ന് വിക്ഷേപിക്കും. വൈകുന്നേരം 5:26-ന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് വിക്ഷേപണം. മൾട്ടിബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03 അഥവാ GSAT-7R. LVM-3 ഉപയോഗിച്ചാണ് വിക്ഷേപണം. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ശ്രീ ജയശങ്കർ ബഹ്റൈൻ സന്ദർശിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കേരള പിറവിയോടനുബന്ധിച്ച് ഇന്നലെ ചേർന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സർക്കാർ പുറത്തുവിട്ട കണക്കുകൾക്ക് ആധികാരികത ഇല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. കേരളത്തിലെ +1+2 വിദ്യാർത്ഥിനികൾക്കായുള്ള HPV വാക്സിനേഷൻ പദ്ധതി നാളെ ആരംഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നാളെ നിർവഹിക്കും. പരീക്ഷണ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് 20,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ട്രെയിൻ വൈക്കം സ്റ്റേഷനിലും ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് കായംകുളം ജംഗ്ഷനിലും മന്ത്രി ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം ബംഗളൂർ വന്ദേ ഭാരത് ട്രെയിൻ ഈ മാസം 7-ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3-ന് മുംബൈയിലാണ് മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സെമിഫൈനലിൽ കരുത്തരായ ഓസീസിനെതിരെ ജമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ ബാറ്റിംഗിലൂടെ ടീം ഇന്ത്യ സ്വന്തമാക്കിയ ത്രസിപ്പിക്കുന്ന വിജയത്തിന്റെ തുടർച്ച സംഭവിച്ചാൽ ഇതാദ്യമായി വനിതാ ലോകകപ്പിന്റെ ചരിത്രം ഇന്ത്യക്ക് വഴിമാറും. ലോറ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി അതിജീവിക്കുക എന്നത് ഹർമൻപ്രീതിനും കൂട്ടുകാർക്കും ഏറെ സമകരം തന്നെയാണ്. 2005-ലും 2017-ലും ഇന്ത്യ വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ടെങ്കിലും കിരീടമോഹം സഫലമായില്ല. ആദ്യമായി ലോകകപ്പിന്റെ ഫൈനലിൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കും ഈ പോരാട്ടം കിരീടം നേടാനുള്ള സുവർണാവസരമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-ന് ബെല്ലറീവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിലാണ്. ന്യൂസിലൻഡ് ക്രിക്കറ്റ് ഇതിഹാസം കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 93 T20 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 2 T20 ലോകകപ്പ് സെമി ഫൈനലുകളിലും 1 ഫൈനലിലും എത്തിയ ന്യൂസിലൻഡ് സംഘത്തിന് നേതൃത്വം നൽകി. അതേസമയം ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ വില്യംസൺ തുടരും. GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷവും രാജ്യത്തെ മൊത്തം GST വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരവ് 4.6% വർദ്ധിച്ച് 1.95 ലക്ഷം കോടി രൂപയിലധികമായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൊത്തം GST വരുമാനം 1.42 ലക്ഷം കോടി രൂപയായിരുന്നു. കേന്ദ്ര GST കളക്ഷൻ 36,547 കോടി രൂപയും സംസ്ഥാന GST 45,134 കോടി രൂപയുമാണ്. സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ച് പ്രസാർ ഭാരതി ഇന്നു മുതൽ 29 വരെ രാജ്യവ്യാപകമായി 67ാമത് ആകാശവാണി സംഗീത സമ്മേളനം നടത്തും. 24 കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദ് പറഞ്ഞു. ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, ബീഹാർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗോവ, മഹാരാഷ്ട്ര, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും അടുത്ത 5 ദിവസം സമാന കാലാവസ്ഥയായിരിക്കുമെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നൈജീരിയയിൽ സൈനിക നടപടികൾക്ക് തയ്യാറാകുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് നിർദ്ദേശം നൽകി. ക്രിസ്ത്യാനികളുടെ കൊലപാതകങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നൈജീരിയ പരാജയപ്പെട്ടാൽ നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ഉടൻ നിർത്തലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിദിന ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്തരാഖണ്ഡ് നിയമസഭയെ നാളെ അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണ രംഗത്ത് സജീവമായി മുതിർന്ന നേതാക്കൾ. ഇന്ത്യ ASEAN+ ബന്ധം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും നിർണായകമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ഇന്ന് വിക്ഷേപിക്കും. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.